തെലങ്കാനയിൽ വനിതാ ഹെഡ് കോൺസ്റ്റബിളിനെ തോക്കിന് മുൾമുനയിൽ നിർത്തി ബലാത്സംഗം ചെയ്ത സബ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ജയ്ശങ്കർ ഭൂപാലപ്പള്ളി ജില്ലയിലെ കാളേശ്വരം പോലീസ് സ്റ്റേഷനിലെ SI PVS ഭവാനി സെൻ ഗൌഡിനെയാണ് ബുധനാഴ്ച അറസ്റ്റ് ചെയ്തത്. ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അറസ്റ്റ് ചെയ്ത ഗൌഡിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജൂൺ 15-ന് കാളേശ്വരം പദ്ധതിയുടെ ലക്ഷ്മി പമ്പ് ഹൗസിന് സമീപമുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ വെച്ചാണ് വനിതാ കോൺസ്റ്റബിളിനെ ബലാത്സംഗത്തിനിരയാക്കിയത്. ബലാത്സംഗം ചെയ്യുന്നതിന് മുൻപ് പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ റിവോൾവർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതായും അവർ ആരോപിച്ചു. സംഭവം ആരോടെങ്കിലും വെളിപ്പെടുത്തിയാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഗൌഡ് യുവതിയെ ഭീഷണിപ്പെടുത്തിയതായും അറിയിച്ചു. വനിതാ കോൺസ്റ്റബിളിൻ്റെ പരാതിയെ തുടർന്ന് പോലീസ് SIയുടെ സർവീസ് റിവോൾവർ പിടിച്ചെടുത്തു കസ്റ്റഡിയിലെടുത്തു. വിവിധ വകുപ്പുകൾ പ്രകാരം SIക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മറ്റ് 3 വനിതാ പോലീസുകാരെയും ലൈംഗികമായി പീഡിപ്പിച്ചതായി SIക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നത്. ഇവരും ആരോടെങ്കിലും വെളിപ്പെടുത്തിയാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭയന്നാണ് പുറത്തു പറയാതിരുന്നത്. കടുത്ത ഭീഷണിയും പിന്നിലുണ്ടായിരുന്നു. തുടർന്ന് IG AV രംഗനാഥ് ഗൌഡിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയായിരുന്നു. അതിക്രമത്തിനിരയായ യുവതിയുടെ പരാതിയിൽ ഉത്തരവിട്ട പ്രാഥമിക അന്വേഷണത്തിൽ SI ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് പിരിച്ചുവിടൽ. കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പുകൾക്കായി സഹായിക്കാനെന്ന പേരിൽ മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതിന് 2022 ജൂലൈയിൽ ആസിഫാബാദ് ജില്ലയിലെ റബ്ബന പോലീസ് സ്റ്റേഷനിൽ ഗൌഡിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് കാളേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കുകയായിരുന്നു. ഇരയായ 42-കാരിയുടെ പരാതിയെ തുടർന്ന് പോലീസ് SIയുടെ സർവീസ് റിവോൾവർ പിടിച്ചെടുത്ത് കസ്റ്റഡിയിലെടുത്തു. കോൺസ്റ്റബിളിൻ്റെ പരാതിയെ തുടർന്ന് ഗൌഡിനെതിരെ IPC സെക്ഷൻ 376 2A, 376 2B, 324, 449, 506 വകുപ്പുകൾ പ്രകാരം ആയുധ നിയമത്തിലെ സെക്ഷൻസ് 27 എന്നിവ പ്രകാരവും കേസെടുത്തിട്ടുണ്ട്.